ഹായ് കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണമെല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊരു പുതിയ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് പോകുമ്പോൾ നമ്മൾ ആ അടുപ്പിൽ വെച്ച കാര്യം മറന്നു പോവുകയും പിന്നീട് വന്ന് നോക്കുമ്പോൾ അത് മൊത്തം കരിഞ്ഞ് പാത്രം മുഴുവൻ കരി പിടിക്കുകയും ചെയ്യുന്നു. അത് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. അപ്പം ആ ഒരു കരി കളയാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത് നോക്കാറുണ്ടല്ലേ. ചിലപ്പോൾ ചിലത് സക്സസ് ആകും, ചിലത് അത്രയും എഫക്റ്റായി വരികയില്ല. അപ്പം അതുപോലെയുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അല്ല എല്ലാ വീട്ടിലും നമുക്ക് സുലഭമായി കിട്ടുന്ന നമ്മുടെ സോപ്പ് പൊടി മാത്രം മതി. ഇനി അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാത്രത്തിൽ എത്രത്തോളമാണ് കരി ഉള്ളത് അത്രത്തോളം വെള്ളം എടുക്കുക. അതിൽ 1-2 സ്പൂൺ സോപ്പ് പൊടി ഇട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. ആ തിളപ്പിക്കുന്നതിനൊപ്പം തന്നെ നല്ല രീതിയിൽ ആ കരി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കട്ടിയുള്ള സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് കരി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ആ ഇളക്കി കൊടുക്കുകയും ആ കൂട്ടത്തിൽ അത് തിളച്ച് വരികയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് മാറി കരിയൊക്കെ ഇളകി വന്നിട്ട് അതിൻ്റെ ആ ഒരു കളർ ആ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ ഇളക്കി തിളപ്പിക്കുക. അതിനുശേഷം ആ വെള്ളം കളഞ്ഞിട്ട് നല്ലപോലെ പാത്രം കഴുകിയെടുക്കുക. പാത്രം കഴുകി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ പാത്രം ആദ്യം എങ്ങനെ ഇരുന്നോ അപ്പോൾ അതേപോലെ നമുക്ക് ആ പാത്രം തിരിച്ച് കിട്ടി എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുകൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് പോകുക. അപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. കരി ഇളകുന്നു. കരി ഇളകുന്നുണ്ട്.